ഓക്കെ, അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എത്ര പേര് ചെയ്തിട്ടുണ്ടെന്നൊന്നും അറിയത്തില്ല. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കിത് വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് മാഗിയും അതുപോലെ തന്നെ തേങ്ങയാണ്. ഒരു പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ പകുതി തേങ്ങയോളം നമുക്ക് ആവശ്യമില്ല. ഒരു കൈപ്പിടി അളവിൽ തേങ്ങ എടുക്കുക. എന്നിട്ട് അതിൽ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് അരച്ചിട്ടൊന്ന് ഈ ഒരു ചെറിയ ബൗളിൽ ഒരു ഗ്ലാസ് അളവിൽ നമ്മളൊന്ന് തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ. നമുക്ക് വെള്ളമൊക്കെ ചേർത്തെടുക്കാൻ, നല്ല കട്ടി തേങ്ങാപ്പാലൊന്നും ആവശ്യമൊന്നുമില്ല. തേങ്ങയൊക്കെ ഭയങ്കര വിലയാണല്ലോ. എന്നിട്ടൊരു പാൻ എടുക്കുക. ഞാനിവിടെ ഒരു പീസ് മാഗിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു പീസ് മാഗി അതിനകത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ടല്ലോ, തേങ്ങാപ്പാൽ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മാഗി എന്ത് ചെയ്യുക, ഇതിനകത്ത് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ തേങ്ങാപ്പാൽ ഫുള്ള് നമ്മൾ ഈ മാഗിയിലായിട്ട് പിടിച്ച് എല്ലാം കൂടെ ഒന്ന് വറ്റി കുറുകി മാഗി നല്ല സോഗിയായിട്ട് നല്ലപോലെ വെന്ത് വരണം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ തേങ്ങാപ്പാൽ വറ്റിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടൊന്ന് പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കുക. ഞാനത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇങ്ങനെ ഒരു അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടാതെ നല്ല നീളത്തിലാക്കി കിട്ടത്തക്ക രീതിയിലാക്കി എടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊന്നും അല്ലല്ലോ നമ്മുടെ വയറ്റിൽ പോകുന്നതല്ലേ എന്ന് എല്ലാവരും ആലോചിക്കുന്നുണ്ടായിരിക്കും. ഇല്ല, എനിക്കൊരു ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ഞാനങ്ങനെ ആക്കി എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് നല്ലതുപോലെ നമ്മുടെ മാഗിയിൽ പിടിച്ച് ഒന്ന് കുറുക്കിയെടുത്തിട്ട് നമുക്ക് വരാം. മാഗി ഇപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വേണം നമുക്ക് കിട്ടാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് മസാല പരിപാടികളാണ്. കുറച്ച് അധികമൊന്നുമില്ല, 2 മസാലയാണ് നമുക്ക് വേണ്ടുന്നത്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മാഗിയിലുള്ള മസാല ഉണ്ടല്ലോ, നമ്മളിവിടെ ഒരു പീസ് മാഗി എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഒരു മസാല മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുക. മുട്ടയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത സമയത്ത് നമ്മുടെ ഈ മാഗിയില്ലേ, നമ്മൾ വേവിച്ച് വെച്ച മാഗി ചൂടോട് കൂടി തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ മസാലയ്ക്കകത്ത് ഓൾറെഡി ഉപ്പുണ്ട്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടാറ് ഉപ്പായിപ്പോവും. അതുകൊണ്ട് ആരും ഉപ്പൊന്നും ചേർത്ത് കളയല്ല കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ഇതിനകത്ത് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം കേട്ടോ. നമ്മുടെ സവാള ചേർക്കാം, അതുപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ ക്യാരറ്റ്, ബീൻസ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് സവാള ഉണ്ട് കേട്ടോ, ആരും കളിയാക്കേണ്ട. സവാള ഉണ്ടെങ്കിൽ ഞാൻ ചേർത്തില്ലെന്നേ ഉള്ളൂ. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എരിവിന് വേണ്ടി കുറച്ചും കുരുമുളക് പൊടിയോ നമ്മുടെ മുളക് പൊടിയോ ഒക്കെ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഓരോരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങളുടെ മസാലകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. കുരുമുളക് പൊടി കയ്യിലുള്ളവരാണെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ, അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു പാൻ വയ്ക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണയല്ല വേറെ ഏതെങ്കിലും ഓയിലേ ഇരിക്കുന്നെങ്കിൽ അതൊന്നും ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇത് നമ്മൾ ആ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചേക്കുന്ന മാഗി മുട്ടയും കൂടെ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് പരത്തി കൊടുത്തേക്കുന്നത്. റൗണ്ട് ഷേപ്പൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു റൗണ്ടിൻ്റെയൊക്കെ മോഡലായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. എന്നിട്ട് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുക്കാൻ വലിയ പാടൊന്നും ഇല്ല കേട്ടോ, വിണ്ടൊന്നും കീറിയൊന്നും പോകത്തില്ല. നമുക്ക് ഒറ്റ കൈ കൊണ്ട് തന്നെ ഈസി ആയിട്ട് തന്നെ മറിച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഒരു സ്പാച്ചിലോ അതല്ലെങ്കിൽ നമ്മുടെ ചട്ടുകം ഉണ്ടല്ലോ, ചട്ടുകം എടുത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടെ ഇതേപോലെ 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ കാണാനുള്ള ഭംഗിയും കൂടും, കൂടുതൽ ടേസ്റ്റും കൂടും. മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഉള്ളവരുടെ നിങ്ങളുടെ കയ്യിൽ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഇട്ടൊന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. മാഗി ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നല്ല അത്യാവശ്യം നല്ല ഇച്ചിരി കനത്തിലാണ് നമുക്കിത് കിട്ടിയേക്കുന്നത്, കാരണം നമ്മൾ 2 മുട്ട ചേർത്തിട്ടുണ്ടല്ലോ. നല്ലപോലെ വയർ ഫില്ലിംഗ് ആവുന്ന റെസിപ്പിയാണ്. ഇനി നമുക്ക് ഇത് ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. നമുക്കിനി ഇത് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് വെറൈറ്റി ആയിട്ട് കൊടുത്തു വിടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി സ്നാക്സുകൾ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക, സബ് ചെയ്യുക. ആൻഡ് ഓൾസോ പ്ലീസ് ട്രൈ ദിസ് ബ്യൂട്ടിഫുൾ റെസിപ്പി. ബൈ.